നമസ്കാരം, എല്ലാവർക്കും ഷീബാസ് ബൈറ്റ്സ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തലേ ദിവസമേ അരി അരച്ച് വയ്ക്കുകയോ കുഴച്ച് വയ്ക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റവ കൊണ്ടുള്ളൊരു ദോശയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതിന് കോമ്പിനേഷനായിട്ടുള്ള ഒരു തേങ്ങ വെച്ചുള്ള ചട്നി കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ദോശയും ചട്നിയും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണിത്. തലേ ദിവസമേ മാവ് അരച്ച് വയ്ക്കുകയോ കുഴച്ച് വയ്ക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമാണ്. റവ വെച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. രണ്ട് രീതിയിൽ ഞാനിത് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ളതും ഒന്ന് ക്രിസ്പി ആയിട്ടുള്ളതും. രണ്ടും നമുക്ക് ഒരേ മാവിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇതിന് നല്ല കോമ്പിനേഷനായിട്ട് ഒരു നല്ല തേങ്ങ ചട്നിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതും കൂടി ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ റവ വെച്ചുള്ള ഈ ഒരു നല്ല ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാൻ 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്ത റവ വേണ്ട, പച്ച റവ മതി. വറുത്തതാണെങ്കിൽ കുറച്ചുകൂടി പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വറുത്തതാണ് ഉള്ളതെങ്കിൽ അതെടുക്കാം, ഇല്ലെങ്കിൽ വറക്കേണ്ട ആവശ്യമില്ല. അതിനകത്തേക്ക് നമുക്ക് ഒരു സവാള ചെറുതായിട്ട് കൊത്തി നുറുക്കിയെടുക്കണം, അതിട്ട് കൊടുക്കുക. നമുക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കൊത്തി നുറുക്കിയത്, 2 തണ്ട് കറിവേപ്പില നുറുക്കിയെടുത്തതും, 1 കപ്പ് നല്ല പുളിയുള്ള തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് വേണമെങ്കിൽ പിന്നീട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് കുഴച്ച് നോക്കാം. അപ്പം വെള്ളം കുറവാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ദോശമാവിനേലും കുറച്ചുകൂടി ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഇരിക്കും തോറും ഇത് കുറച്ചുകൂടി തിക്കായിട്ട് വരും. ഇനി നമ്മൾ കൈ വെച്ച് തന്നെ നല്ലോണം ഒന്ന് ഞെരടി കുഴച്ചെടുക്കുക. പച്ചമുളകിൻ്റെയും സവാളയുടെയും കരിവേപ്പിലയുടെയും ഒക്കെ സത്തൊന്ന് റവയിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലോണം കൈ കൊണ്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. റെസ്റ്റ് ചെയ്യാൻ സമയമില്ലാത്തവർക്ക് അപ്പോൾ തന്നെ ചുട്ടെടുക്കാം. ഈ 15 മിനിറ്റ് ഞാനിവിടെ വയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിന് വേണ്ട ചട്നി തയ്യാറാക്കിയെടുക്കാം. 1 മുറി തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി 2-3 എണ്ണ ഇടാം. പിന്നെ പച്ചമുളക് 2 എണ്ണം, വലിയതായതുകൊണ്ട് ഞാൻ 1 എണ്ണം ഇട്ടിരിക്കുകയാണ്. കുറച്ച് കറിവേപ്പില, പിന്നെ ഉപ്പും വെള്ളവും കൂടി ഇട്ടിട്ട് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ ആവണ്ട, എന്നാൽ അരയുകയും ചെയ്യണം. അങ്ങനെ ഒരു പരുവത്തിന് അരച്ചെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കടുക്, ഇഞ്ചി ഞാൻ ചമ്മന്തിക്ക് അതിൽ അരയ്ക്കേണ്ടതായിരുന്നു, അപ്പോൾ അത് മറന്നു പോയതുകൊണ്ട് അപ്പോൾ കടുക് വറുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഇഞ്ചി ഇടുകയാണ് ചെയ്യുന്നത്. ഇഞ്ചി നിങ്ങൾ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് എടുത്തോളൂ. ഒരുപാട് ഇഞ്ചി ആയാൽ അതിൻ്റെ ഒരു കുത്തൽ മുന്നിൽ നിൽക്കും. ഒരു 1/4 ഇഞ്ചിലും കുറച്ച് ഇഞ്ചി മതി. ഉള്ളി 1-2 കൂടിയാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഉണക്കമുളകും കരിവേപ്പിലയും ഒക്കെ കൂടി ചേർത്തിട്ട് കടുക് വറുത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് കടുക് വറുക്കുന്നതാണ് ടേസ്റ്റ്. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ ചട്നി ഉണ്ടാക്കുമ്പോൾ ചീനച്ചട്ടിയിലേക്ക് ചട്നി ഇടരുത്. പകരം കടുക് വറുത്തത് ചട്നിയിലേക്ക് കോരി ഒഴിക്കുകയോ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പോകും. ഇനിയിപ്പോൾ നമുക്ക് മാവൊന്ന് നോക്കാം. ഇപ്പം 10-15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ ആ മാവ് കുറച്ച് കുറുകി വന്നു. നമ്മുടെ സോഫ്റ്റ് ദോശ ഉണ്ടാക്കാനായിട്ട് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയൊക്കെ മതി. അതുകൊണ്ട് ഇനി ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല. ഒരുപാട് കുറുകിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കോരി ഒഴിക്കാം. ഇത് പരത്തുമ്പോൾ ഒരുപാട് തിന്നായിട്ട് പരത്തണ്ട, കുറച്ച് കനത്തിൽ തന്നെ പരത്തിയെടുക്കുക, അല്ലെങ്കിൽ ഇത് തിരിച്ചിടുമ്പോഴേക്കും പൊട്ടിപ്പോവും. കുറച്ച് ഓയിലൊക്കെ ഒന്ന് പുരട്ടിയതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിടാം. 2 സൈഡും നല്ലോണം വെന്ത് കഴിയുമ്പോഴേക്കും ഇത് നമുക്ക് തവയിൽ നിന്നും മാറ്റാം. ഇതുപോലെ എല്ലാ ദോശയും നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ പകുതി മാവ് വെച്ച് ഞാനിതുപോലെ സോഫ്റ്റ് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ മാവ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം നല്ലോണം ഒഴിക്കണം. അതായത് നല്ല ലൂസായിട്ട്
മോരും വെള്ളം പോലെ വേണം. അത്രയും ലൂസിലാണ് ആ ഒരു മാവിൻ്റെ പരുവം വേണ്ടത്. 1 കപ്പ് മാവിന് 3.5 ഗ്ലാസോളം വെള്ളം ഒഴിക്കണം. തവി കൊണ്ട് കോരി ഒഴിക്കുന്നതിലും നല്ലത് ഒരു ബൗൾ എന്തെങ്കിലും എടുത്തിട്ട് അതിൽ ഈ മാവ് എത്രയാണോ ഒരു ദോശയ്ക്ക് വേണ്ടത് അത്രയും മാവ് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഇത് എപ്പോഴും ഇളക്കി വേണം നമ്മൾ എടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ അടിഞ്ഞു വരും. അപ്പം നല്ലോണം ഇളക്കിയതിന് ശേഷം ഒരു ബൗളിലേക്ക് മാവ് എടുക്കുക, എന്നിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരുപാട് ദോശ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് വീണ്ടും തിക്കായി വരും. അപ്പോൾ വീണ്ടും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യമെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നല്ല ലൂസ് കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമേ ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ഇതുപോലെ കോരി ഒഴിച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിലെല്ലാം ഒന്ന് തൂങ്ങി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. വെളിച്ചെണ്ണയോ നെയ്യോ നമുക്കിതിന് ഉപയോഗിക്കാം. ഇതുപോലെ ദോശ നല്ല മൊരിഞ്ഞിട്ട് കളർ ഇങ്ങനെ ഡാർക്ക് കളറായി വരും. ആ സമയത്ത് നമുക്കിത് തവയിൽ നിന്ന് എടുക്കാവുന്നതാണ്. നെയ്യോ എണ്ണയോ ആ സൈഡിലൊക്കെ ഒന്ന് നല്ലോണം തന്നെ തൂത്ത് കൊടുക്കണം, അല്ലെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താലും മതി. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്, നല്ലോണം മൊരിഞ്ഞ് കണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ ക്രിസ്പി ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള ദോശകളും നിങ്ങൾ ട്രൈ ചെയ്യുക. രണ്ടും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ആ മോരൊക്കെ ഒഴിച്ചതുകൊണ്ട് നല്ലൊരു പുളിയും അതുപോലെ തന്നെ പച്ചമുളക്, കരിവേപ്പില, സവാളയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടി ജ്യൂസൊക്കെ ഇറങ്ങി നല്ലൊരു ടേസ്റ്റാണ് ഈ ദോശയ്ക്ക്. നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ നല്ലോണം കഴിക്കാൻ പറ്റും. ഓരോ പ്രാവശ്യവും ദോശ ചുടുമ്പോഴും മാവ് നല്ലോണം ഇളക്കിയതിന് ശേഷം വേണം തവയിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ദോശ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ദോശയാണിത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. ക്രിസ്പി ദോശ ഉണ്ടാക്കാനായിട്ട് കുറച്ച് പാടാണെന്നൊക്കെ തോന്നും. പക്ഷേ നോൺ സ്റ്റിക്ക് തവയൊക്കെ ഉപയോഗിച്ച് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഈ ഒരു ടിപ്സൊക്കെ ശ്രദ്ധിക്കുക, അങ്ങനെ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്